ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പഞ്ചായത്ത് പരിധിയിലുള്ള വിവാഹ രജിസ്ട്രേഷൻ ILGMSന്റെ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെന്റായി വേണ്ടിവരുന്നത് വരന്റെയും വധുവിന്റെയും ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, അതല്ല എങ്കിൽ ക്ഷണക്കത്ത്, അതുമല്ല എങ്കിൽ ഫോം 2, അതുപോലെ വാലിഡ് ആയിട്ടുള്ള ജനനതീയതി തെളിയിക്കുന്ന രേഖ, സാക്ഷികളുടെ ID പ്രൂഫ്, ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോം 1 തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ILGMS അല്ല എങ്കിൽ citizen.lsc കേരള എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. നിലവിൽ പഞ്ചായത്ത് പരിധിയിലെ സേവനങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തു നൽകുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ പോർട്ടലാണ് ILGMS എന്ന് പറയുന്നത്. സൈറ്റിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഇല്ല എങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ മുൻപും ILGMSമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഓൾറെഡി ഉള്ള യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലെ പൊതുവിവാഹ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ വരുന്ന പൊതുവിവാഹം പുതിയ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും പൊതുവിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. പ്രധാന വിഭാഗം, ഉപവിഭാഗം, അപേക്ഷയുടെ തരം, ഈ ഡീറ്റെയിൽസ് സൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ടാകും. ജില്ലയും ഓഫീസിന്റെ തരവും ഓഫീസിന്റെ പേരും അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ തരവുമൊക്കെ കൃത്യമായി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. പഞ്ചായത്ത് പരിധിയിലെ സേവനങ്ങൾ മാത്രമാണ് ILGMSന്റെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുക. അപേക്ഷയുടെ തരം സംയുക്തമെന്നും അപേക്ഷകന്റെ വിഭാഗം പൊതുവിഭാഗം എന്നും കൊടുത്തതിന് ശേഷം അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷകന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി സേവ് ചെയ്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശരി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പുതിയ അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ തിരിച്ചറിയൽ രേഖാ തരം എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. വരന്റെയും വധുവിന്റെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്. ആദ്യം ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത വ്യക്തിയുടെയും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നൽകേണ്ടതാണ്. തിരിച്ചറിയൽ രേഖാ തരത്തിൽ ആധാർ നമ്പർ എന്ന് കൊടുത്തതിന് ശേഷം തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പർ കൊടുക്കുക. ആപ്ലിക്കന്റിന്റെ പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ IDയും കൂടി കൊടുക്കുക. സ്ഥിര മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ വിവാഹം നടന്നതും അപേക്ഷകൻ താമസിക്കുന്നതും ഒരേ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ തന്നെയാണെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷനും, വിവാഹം നടന്നതും അപേക്ഷകൻ താമസിക്കുന്നതും രണ്ടും 2 പഞ്ചായത്തുകളിലാണെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ്. അപേക്ഷകന്റെ മേൽവിലാസം കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ഞാനിവിടെ ഒരേ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷനാണ് നൽകുന്നത്. ആപ്ലിക്കന്റിന്റെ വീട്ടുപേര്, അതുപോലെ തന്നെ ലോക്കൽ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, വാർഡ് നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. വാർഡും പോസ്റ്റ് ഓഫീസും സെലക്ട് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് തന്നെ പിൻകോഡ് ഡീറ്റെയിൽസ് വരുന്നതാണ്. വിവരങ്ങൾ സെയിം തന്നെയാണ് എന്നുണ്ടെങ്കിൽ സെയിം ആസ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പ്രസന്റ് അഡ്രസ്സിലും പെർമനന്റ് അഡ്രസ്സിലും ഒരാളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിനു ശേഷം വീണ്ടും പുതിയ അപേക്ഷകൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആരുടെയാണോ ആഡ് ചെയ്യാത്തത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഡീറ്റെയിൽസ് ഇതുപോലെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഞാനിവിടെ ആധാർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപേക്ഷകന്റെ പേരും മൊബൈൽ നമ്പർ, മറ്റ് ഡീറ്റെയിൽസ് അതായത് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് കൊടുക്കുക, സേവ് കൊടുക്കുക, അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും വരുന്ന ഈ ഒരു പേജിൽ അടുത്തത് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ വിവാഹം നടന്ന ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വരന്റെയോ വധുവിന്റെയോ വീട് വരുന്ന ലോക്കൽ ബോഡിയിലല്ല രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. വിവാഹം എവിടെ വെച്ചാണോ നടക്കുന്നത്, പള്ളിയിൽ വെച്ചാണെങ്കിൽ ആ പള്ളി വരുന്ന ലോക്കൽ ബോഡിയും, അമ്പലത്തിൽ വെച്ചാണെങ്കിൽ അമ്പലം വരുന്ന ലോക്കൽ ബോഡിയും, അതല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചാണെങ്കിൽ ഓഡിറ്റോറിയം വരുന്ന ലോക്കൽ ബോഡി പരിധി ഏതാണോ ആ ഒരു ലോക്കൽ ബോഡി പരിധിയിലേക്കാണ് രജിസ്ട്രേഷൻ സമർപ്പിക്കേണ്ടത്. ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പേജിൽ വിവാഹം നടന്നിരിക്കുന്ന ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് എന്നും, ലോക്കൽ ബോഡി നെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ പഞ്ചായത്തിന്റെ പേരും
ഡേറ്റ് ഓഫ് മാരേജ് എന്നുള്ള ഓപ്ഷനിൽ വിവാഹം നടന്ന തീയതിയും ഒന്ന് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിലെ കോമൺ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻസിന്റെ കാറ്റഗറി SC ST OBC ഏതാണോ വരുന്നത് ആ ഒരു കാറ്റഗറി കൊടുക്കാവുന്നതാണ്. OBC എന്നുള്ള ഓപ്ഷൻ സൈറ്റിലില്ല, അതുകൊണ്ട് തന്നെ ജനറൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഡേറ്റ് ഓഫ് മാരേജ് ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. പ്ലേസ് ഓഫ് മാരേജ് എന്നുള്ള ഓപ്ഷനിൽ വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് വില്ലേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇഷ്യൂസ് ചില സമയങ്ങളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം വിവാഹം നടന്ന പ്ലേസ് ഏതാണ് എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് നൽകേണ്ടതാണ്. വധുവിന്റെയും വരന്റെയും ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഓപ്ഷനിൽ വരന്റെ ഫോട്ടോയും ഫോട്ടോഗ്രാഫ് ഓഫ് വൈഫ് എന്നുള്ള ഓപ്ഷനിൽ വധുവിന്റെ ഫോട്ടോയും കൃത്യമായിട്ടൊന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും പിന്നീട് മാരേജ് സർട്ടിഫിക്കറ്റിലും വരുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷകന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വില്ലേജ് എന്നുള്ള ഓപ്ഷനിൽ വിവാഹം നടന്ന ലോക്കൽ ബോഡി വരുന്ന വില്ലേജും വാർഡും കസ്റ്റം ഫോളോഡ് ഫോർ മാരേജ് സൊളമനൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഏത് മതാചാര പ്രകാരമാണ് വിവാഹം നടന്നതെന്നുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. നെക്സ്റ്റ് പേജിലേക്ക് വരുന്നതാണ്. ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേജിൽ നൽകേണ്ടത്. പേര്, നാഷണാലിറ്റി, ഓക്യുപ്പേഷൻ, ആധാർ നമ്പർ, പ്രീവിയസ് മെറിറ്റൽ സ്റ്റാറ്റസ്, ഓൾറെഡി മുൻപ് വിവാഹം കഴിച്ചതാണെങ്കിൽ നിലവിലെ വിവാഹത്തിന്റെ സ്ഥിതി തുടങ്ങിയ കാര്യങ്ങളും അഡ്രസ് ഡീറ്റെയിൽസും ഒക്കെ നൽകേണ്ടതാണ്. വിവരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകേണ്ടതാണ്. ആദ്യമുള്ള ഭാഗത്ത് ഇംഗ്ലീഷിൽ വിവരങ്ങൾ കൊടുക്കുക, അതിനുശേഷം മലയാളത്തിലും വിവരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും മാരേജ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് പിന്നീട് പ്രിന്റ് ആയിട്ട് ലഭിക്കുക. അതുകൊണ്ട് നൽകുന്ന വിവരങ്ങൾ തെറ്റുകൂടാതെ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ കേസ് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം തെറ്റുകൾ കാണുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കറക്ഷൻ ചെയ്യാൻ ILGMSന്റെ സൈറ്റിൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതുവഴി കറക്ഷൻ വരുത്താവുന്നതാണ്. സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകുക. പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് വരന്റെ വിവാഹം നടന്നിരിക്കുന്നതും താമസിക്കുന്നതും ഒരേ പഞ്ചായത്ത് പരിധിയാണെങ്കിൽ ഇൻസൈഡ് ലോക്കൽ ബോഡി എന്നും, ഡിഫറന്റ് ലോക്കൽ ബോഡി അഥവാ ഡിഫറന്റ് പഞ്ചായത്ത് ആണെങ്കിൽ ഇൻസൈഡ് കേരള എന്നും, കേരളത്തിന് പുറത്താണ് എങ്കിൽ ഇൻസൈഡ് ഇന്ത്യ എന്നും, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ്. മലയാളം കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സിസ്റ്റത്തിൽ മലയാളം ടൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കന്റിന്റെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ പ്രസന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകിയാൽ മതി. ഓൾറെഡി എന്താണോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. വിവരങ്ങൾ കൃത്യമായി നൽകിയതിനു ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹസ്ബൻഡിന്റെ ഫാദറിന്റെയും മദറിന്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസുമാണ് ഈ ഒരു പേജിൽ നൽകേണ്ടത്. ഫാദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫാദറുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. ഫാദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏജ് ഓഫ് ഫാദർ എന്നുള്ള ഓപ്ഷനിൽ വയസ്സ് കൊടുക്കുക. ഇൻ കേസ് ഫാദറോ മദറോ മരിച്ചതാണെങ്കിൽ ഡിസീസ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകിയാൽ മതി. അഡ്രസ് ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. വരൻ ഒരു നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ ആണ് എന്നുണ്ടെങ്കിൽ വെദർ ഹസ്ബൻഡ് ഈസ് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിന്റെ അഡ്രസ്സ് വരുന്ന പേജിലെ ഏറ്റവും താഴെയായിട്ടുള്ള സെക്യൂരിറ്റി നമ്പറും അഡ്രസ് ഡീറ്റെയിൽസും കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി നൽകിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ വൈഫിന്റെ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്. വൈഫിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം. നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഒക്യുപ്പേഷൻ, പ്രീവിയസ് മെറിറ്റൽ സ്റ്റാറ്റസ്, ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും അഡ്രസ് ഡീറ്റെയിൽസും നൽകുക. അതുപോലെ തന്നെ ഫാദറിന്റെയും മദറിന്റെയും ഡീറ്റെയിൽസും പേജിൽ ഫില്ലപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ആപ്ലിക്കൻസിന്റെ ഫസ്റ്റ് മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് മെറിറ്റൽ സ്റ്റാറ്റസിൽ അൺമാരീഡ് എന്ന് കൊടുത്താൽ മതി. അതല്ല ഓൾറെഡി ഒരു വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചു പോയതോ മറ്റോ ആണെങ്കിൽ
വൈഫിന് ചെയ്യുന്ന സമയത്ത് വിഡോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിലവിലെ ഡീറ്റെയിൽസ്, അതായത് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പേജിൽ വിറ്റ്നസിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. 2 സാക്ഷികളുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. വിവാഹത്തിൽ പങ്കെടുത്ത ക്ലോസ് റിലേറ്റീവ്സ് അല്ലാത്ത 2 സാക്ഷികളുടെ വിവരങ്ങൾ, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങളുടെ വിവരങ്ങൾ കൊടുക്കരുത്. പങ്കെടുത്ത മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ നെയ്ബറിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാം. അഡ്രസ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കാം. കല്യാണത്തിൽ പങ്കെടുത്ത ഏതൊരു വ്യക്തിയുടെ വിവരങ്ങളും ഇതുപോലെ നൽകാവുന്നതാണ്. ഈ വ്യക്തികൾ ലോക്കൽ ബോഡിയിൽ പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവരുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അവരുടെ ID പ്രൂഫ് വെരിഫിക്കേഷന് പോകുമ്പോൾ വരനും വധുവും കൊണ്ടുപോയാൽ മതിയാകും. ഒരേ ലോക്കൽ ബോഡി പരിധിയിലുള്ളവരാകണമെന്നുള്ള നിർബന്ധവുമില്ല. വിവാഹത്തിൽ പങ്കെടുത്ത ഒരേ പഞ്ചായത്ത് പരിധിയിലുള്ളവരോ അതല്ല എങ്കിൽ മറ്റൊരു പഞ്ചായത്ത് പരിധിയിലുള്ള വിവാഹത്തിൽ പങ്കെടുത്ത ഏതൊരു വ്യക്തിക്കും സാക്ഷിയായിട്ട് വിവരങ്ങൾ നൽകാവുന്നതാണ്. സാക്ഷിയുടെ പേരും അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്ത് അപേക്ഷ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നൽകിയതിനു ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷിയുടെ ഡീറ്റെയിൽസും കൃത്യമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നൽകുക. ഒന്നാമത്തെ സാക്ഷിയുടെ വിവരങ്ങൾ തന്നെ രണ്ടാമത്തെ സാക്ഷിയിലും കൊടുക്കാൻ പാടില്ല. രണ്ടും 2 വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കണം. മെയിലോ ഫീമെയിലോ ആയിട്ടുള്ള 2 വ്യത്യസ്ത വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആണ് വിറ്റ്നസ് 1 എന്നുള്ള ഓപ്ഷനിലും വിറ്റ്നസ് 2 എന്നുള്ള ഓപ്ഷനും നൽകേണ്ടത്. ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ സേവ് കൊടുക്കുക. ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജനറൽ റിമാർക്ക് എന്നുള്ള ഓപ്ഷനിൽ വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. അതല്ല എങ്കിൽ മാരേജ് രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. അതുമല്ല എങ്കിൽ റിമാർക്കുകളൊന്നുമില്ല എങ്കിൽ NIL എന്നും ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് നൽകുന്നത്. വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നൽകിയതിനു ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. അതിനുശേഷം പേജിലായി കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് യെസ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ പേജ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരങ്ങൾ കൃത്യമായി തിരുത്തിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുക്കുക. കാരണം ഈ ഒരു ഫോമിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് പിന്നീട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിലും ലഭിക്കുക. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഫോം 2 പേജ് വരുന്ന ഫോം 1 എന്നുള്ള ഫോം സൈറ്റിൽ നിന്നൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വരനും വധുവും സൈൻ ചെയ്ത ശേഷം ഇത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുന്ന വാർഡും കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് ഒന്ന് കൊടുക്കുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ILGMSന്റെ സൈറ്റ് വഴി ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ മാത്രം അപേക്ഷ എഡിറ്റ് ചെയ്യുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഫൈനലായിട്ട് ഓക്കെ ആക്കിയ പേജാണ് പ്രിന്റിന്റെ തൊട്ടടുത്തുള്ള ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനോ അതല്ല എങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാനോ ശ്രദ്ധിക്കേണ്ടത്. നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ പേജിന്റെ താഴെയായിട്ടുള്ള സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷനിൽ വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. പള്ളിയിൽ വെച്ചാണ് വിവാഹം നടന്നതെങ്കിൽ പള്ളിയിൽ നിന്നുള്ള ലെറ്ററും, അമ്പലത്തിൽ വെച്ചാണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും, അതല്ല ഓഡിറ്റോറിയത്തിൽ മറ്റോ ആണ് വിവാഹം നടന്നതെങ്കിൽ വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററും സൈറ്റിലേക്ക് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ് JPG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ മാക്സിമം ഫയൽ സൈസ് 1 MBയിൽ കുറവായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നിലധികം പേജ് വരുന്ന ഡോക്യുമെന്റ് ആണ് അറ്റാച്ച് ചെയ്ത് നൽകുന്നതെങ്കിൽ PDF ഫോർമാറ്റിൽ തന്നെ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ഡോക്യുമെന്റ് സെലക്ട് ആയതിനു ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അതെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശരി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
രണ്ടാമത്തെ ഓപ്ഷനിൽ അറ്റാച്ച് ചെയ്യേണ്ടത് അപേക്ഷകന്റെ വാലിഡ് ആയിട്ടുള്ള മേൽവിലാസം തെളിയിക്കുന്ന ഡോക്യുമെന്റ് ആണ്. ആപ്ലിക്കന്റ് പ്രവാസിയാണ് എന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക. മൂന്നാമത്തെ ഓപ്ഷനിൽ ഫോറം 1 എന്നുള്ള ഫോമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പിലുള്ള പേജിൽ നമ്മൾ വരന്റെയും വധുവിന്റെയും ഫോട്ടോ അടങ്ങിയ പേജ് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പേജ് സൈൻ ചെയ്തതിന് ശേഷം സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെയും ഭാര്യയുടെയും പ്രായം തെളിയിക്കുന്ന രേഖയും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ആപ്ലിക്കന്റ് ഡിവോഴ്സിയോ മറ്റോ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയുടെ കൂടിയോ അതല്ല എങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡോക്യുമെന്റുകൾ അഡീഷണൽ ആയിട്ടുള്ളത് ഡിവോഴ്സിന്റെ പേപ്പർ അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. പ്രായം തെളിയിക്കുന്ന രേഖയായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെന്റുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്ത് നൽകിയതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ, അതായത് 45 ദിവസത്തിനകമുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ സൈറ്റിൽ 120 രൂപയാണ് ഫീ പേയ്മെന്റ് വരുന്നത്. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ് വരുന്നത്. നിലവിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ UPI ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ UPIയിൽ QR കോഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ് പേ ചെയ്യുന്നത്. പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വന്നിരിക്കുന്ന QR കോഡ് ഫോണിലെ ഏതെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. ലേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ പേയ്മെന്റിൽ വ്യത്യാസം വരുന്നുണ്ട്. പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക. പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജാണ് നെക്സ്റ്റ് വരിക. വന്നിരിക്കുന്ന ഈ ഒരു പേജിൽ ഏറ്റവും മുകളിൽ അപേക്ഷ എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും കൈപ്പറ്റ് റെസീപ്റ്റിന്റെ പ്രിന്റ് ഔട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഈ ഒരു 2 ഫോമും ആപ്ലിക്കന്റ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകിയിട്ടുള്ള വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന രേഖയും പ്രായം തെളിയിക്കുന്ന രേഖയും വിദേശത്തുള്ള വ്യക്തിയാണെങ്കിൽ പാസ്പോർട്ടും ആധാർ കാർഡും സാക്ഷികളുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റും സഹിതമാണ് വരനും വധുവും ലോക്കൽ ബോഡിയിൽ ബന്ധപ്പെടേണ്ടത്. ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഈ ഡോക്യുമെന്റുമായിട്ട് വരനും വധുവും നേരിട്ട് ലോക്കൽ ബോഡിയിൽ ഹാജരാകുക. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് അഡീഷണൽ ആയിട്ട് ചേർക്കാനുണ്ടെങ്കിൽ ILGMSന്റെ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിട്ടുള്ള ലോഗോയുടെ തൊട്ടടുത്തുള്ള 3 ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകന്റെ ഫയൽ നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ പേജിലേക്കാണ് വരുന്നത്. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരാവുന്നതാണ്. നിലവിൽ ILGMSന്റെ സൈറ്റിൽ ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ലോക്കൽ ബോഡിയിൽ നിന്നും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ അഡീഷണൽ ഡോക്യുമെന്റ് ആഡ് ചെയ്യുന്ന സെക്ഷനിലേക്ക് നമുക്ക് വരാവുന്നതാണ്. നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒക്കെ കാണിക്കുന്ന പേജിന് ശേഷം വീണ്ടും അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ വിവരങ്ങൾ അടങ്ങിയ പേജിലേക്ക് വരുന്നതാണ്. വീണ്ടും അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എന്ത് ഡോക്യുമെന്റ് ആണോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് അതെന്താണ് ഡോക്യുമെന്റ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം ആ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് സൈറ്റിലേക്ക് ആഡ് ചെയ്ത് നൽകാവുന്നതാണ്. രണ്ടാമത്തെ വിവാഹമൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഡിവോഴ്സിന്റെ പേപ്പർ, അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ വിവാഹമാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ച ഡോക്യുമെന്റുകൾ മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ആഡ് ചെയ്ത് നൽകേണ്ട ആവശ്യം വരാറില്ല. ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റുകളും അപേക്ഷയിൽ സബ്മിറ്റ് ആവുന്നതാണ്.
ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പേജിൻ്റെ താഴോട്ടായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഓൺലൈനായിട്ട് വിവാഹ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പ്രോസസ്സ്. ഇനി അപ്രൂവൽ ആയ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഹോം പേജിൽ തന്നെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ ഡിസ്ട്രിക്റ്റ്, ഓഫീസിന്റെ തരം എന്നുള്ള ഓപ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് എന്നും ഓഫീസിന്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ഏത് പഞ്ചായത്തിലാണോ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ പേരും കൊടുക്കുക. വരന്റെയും വധുവിന്റെയും പേരിന്റെ ആദ്യത്തെ 3 അക്ഷരവും വിവാഹം നടന്ന തീയതിയും കൊടുത്ത് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് ഡോക്യുമെന്റ്സ് കൺസേൺ ലോക്കൽ ബോഡിയിലെത്തി വെരിഫൈ ആയാൽ 7 ഡേയ്സിനകം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 7 വർക്കിംഗ് ഡേയ്സ് ആണ് പ്രോസസ്സിംഗ് ടൈം വരിക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.